നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം. നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം. നമസ്കാരം. മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾ 6ാം ദിനവും ജയിലിൽ തന്നെ. അധികാരപരിധിയിലല്ല എന്ന കാരണം പറഞ്ഞാണ് ദുർഗ് മജിസ്ട്രേറ്റ് കോടതിക്ക് പിന്നാലെ സെഷൻസ് കോടതിയും സിസ്റ്റേഴ്സിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് BJP കേരള ഘടകം നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. കോടതിയിൽ ബജറംഗദൾ അഭിഭാഷകനും പ്രോസിക്യൂഷനും ഒരേ ഭാഷയായിരുന്നു. കേരളത്തിലെ ക്രൈസ്തവ സഭകളുമായി സൗഹൃദത്തിന്റെ പാലമിട്ട BJPയോട് നീതി ലഭിച്ച ശേഷം ചായ കുടിയാകാം എന്നാണ് KCBCയുടെ മുന്നറിയിപ്പ്. ബജറംഗദളും ഛത്തീസ്ഗഡിലെ BJP സർക്കാരും മതപരിവർത്തനം എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആരുണ്ട് ഈ കന്യാസ്ത്രീകളെ സംരക്ഷിക്കാൻ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. A. റഹീം MP CPIM നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ രാജു P. നായർ, സിറോ മലബാർ സഭയുടെ ഫാദർ പോൾ തേലേക്കാട്ട്, ഒപ്പം തന്നെ BJPയിലെ ശ്രീ VP ശ്രീപത്മനാഭൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ അതിഥികൾ. ഫാദർ പോൾ തേലേക്കാട്ട് അച്ഛൻ, ഇപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തെ ഇതൊരു ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നീക്കമായി, അതായത് അതൊരു അജണ്ട, BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ അജണ്ട നടപ്പാക്കലായി ഈ സംഭവങ്ങളെ കാണുന്നുണ്ടോ? ഇപ്പോൾ BJP കേരള ഘടകം പറഞ്ഞത് ഇവർ നിരപരാധികളാണ് എന്ന കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിക്കുകയും ജാമ്യാപേക്ഷയുടെ ഘട്ടമെത്തുമ്പോൾ പ്രോസിക്യൂഷൻ അതിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുമെന്നുമായിരുന്നു. അങ്ങനെ ഇന്ന് ഉണ്ടായതുമില്ല. ഒരു അവിശ്വാസം ഈ കാര്യത്തിൽ BJPയുടെ സമീപനത്തിൽ സഭയ്ക്ക് തോന്നുന്നുണ്ടോ? ഫാദർ പോൾ തേലേക്കാട്. BJPയുടെ സമീപനം ഒരു ഇരട്ടത്താപ്പാണെന്ന് ബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഒരു ഭരണകൂട ഭീകരതയാണ്. നിങ്ങൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നോക്കുക. അവിടെ നിന്ന് ഞാൻ കണ്ട ദൃശ്യങ്ങൾ ഞാൻ പറയാം. നമുക്കറിയാം, ദുർഗ പോലീസ് സ്റ്റേഷനിൽ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ബജറംഗ് ദളിൻ്റെ ഒരു പ്രവർത്തക അവിടെ പോലീസ് സ്റ്റേഷനകത്താണ് ഈ കന്യാസ്ത്രീകളെയും അവരുടെ കൂടെ വന്നിരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും അവരോട് വാക്കയറ്റ് അവർ കർശനമായി താക്കീത് നൽകുകയും അവരെയൊക്കെ ഞാൻ ആക്രമിക്കുമെന്ന് പറയുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ആർക്കും കാണാവുന്നതാണ്. ഇതെങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഏത് സംഘടനയ്ക്ക് കയറി വിസ്തരിക്കാമോ, ആക്രോശിക്കാമോ, ആളുകളെ പിടികൂടാമോ എന്നൊക്കെയുള്ള ചോദ്യം വളരെ വിചിത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് BJPയും അവിടെ ഛത്തീസ്ഗഡിലെ സർക്കാരും ബജറംഗ് ദളും എല്ലാം സംഘടിതമായി നടത്തുന്ന ഒരു ഭീകരപ്രവർത്തനമാണ്. അതിൻ്റെ പുറകിൽ നിൽക്കുന്ന വ്യക്തമായ അവരുടെ പ്രത്യയശാസ്ത്രം തന്നെയാണ്. അത് ഹിന്ദുത്വമാണ്, ഹിന്ദു രാഷ്ട്രമാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിന് ശല്യമായി, അപകടമായി 2014 ഇൻ്റർനാഷണൽ ഹിന്ദു കോൺഫറൻസ് പ്രഖ്യാപിച്ച 5 മലീഷ്യസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലാണ് മിഷണറിമാർ വരുന്നത്. ആ മിഷണറിമാർ അവിടെ വരുന്നവരെ പീഡിപ്പിക്കുക അവിടെ വ്യക്തമായ അജണ്ടയാണ്, അവിടെ വ്യക്തമായ പോളിസിയാണ്. ഇവിടെ തൃശ്ശൂരിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും അവർ വോട്ട് ചെയ്ത് സുരേഷ് ഗോപിനെ ഏൽപ്പിച്ചു. എന്താണ് സുരേഷ് ഗോപി അതിനകത്ത് പറയുന്നത്? കേരളത്തിലെ ജോർജ് തെരിയനൊക്കെ അടക്കമുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അവർക്ക് പരിചിതമായ ഇരട്ടത്താപ്പിൻ്റെ ഭാഷയാണ്. അത് കേട്ട് ക്രൈസ്തവരിലും മനം മടുത്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ കേരളത്തിലെ ക്രൈസ്തവ നേതാക്കന്മാർക്കും ഈ പ്രതിസന്ധിയും ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ അപകടം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് നാം സംശയിക്കുന്നു. അതാണ് വലിയൊരു നമ്മുടെ ഏറ്റവും ഈ സമീപകാലത്ത് നമ്മൾ കേരളത്തിൽ കണ്ടത് ഈ സമീപകാലത്ത് നമ്മൾ കേരളത്തിൽ കണ്ടത് ക്രൈസ്തവ സഭകളുമായി കൂടുതൽ നല്ലൊരു ആത്മബന്ധം രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി BJP നടത്തുന്ന ശ്രമങ്ങളും അതിനോട് അനുകൂലമായ രീതിയിൽ അതിനോടൊരു മൃദു സമീപനം പുലർത്തുന്ന സഭയുടെ നിലപാടുകളുമൊക്കെയാണ്. മാത്രമല്ല, എപ്പോഴൊക്കെ ന്യൂനപക്ഷ വിരുദ്ധ ഹിന്ദു രാഷ്ട്ര സങ്കല്പം ഈ സർക്കാരിൻ്റെ ഒരു അജണ്ടയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോഴൊക്കെ പ്രധാനമന്ത്രിയുടെ
സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ആ മൂലമന്ത്രമായിരുന്നു BJP എടുത്ത് പ്രയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ കൂടിയാകുന്ന, അല്ലെങ്കിൽ നീതിന്യായ സംവിധാനങ്ങളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്ന, ഭരണഘടനാനുസൃതമായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമായ ഒരു നേതൃത്വം ഉണ്ട്, അതാണ് BJP എന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയത്തിനൊന്നും ആവശ്യമില്ല എന്ന് പറയുകയും, ക്രിസ്മസ് സമയത്ത് പ്രധാനമന്ത്രി ക്രൈസ്തവ ദേവാലയത്തിൽ എത്തുന്നതും സഭാ നേതൃത്വം പ്രധാനമന്ത്രിയെ കാണുന്നതും കേരളത്തിൽ തന്നെ BJP നേതാക്കൾ അരമനകളിലെത്തി സന്ദർശിക്കുന്നതുമൊക്കെ ഈ സമീപകാലത്ത് നമ്മൾ കണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു. അതിലൊന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് BJPയിൽ ഒരു ആശ്രയമോ പ്രതീക്ഷയോ വെച്ച് പുലർത്താൻ പാകത്തിൽ അതൊന്നും രൂപപ്പെട്ടിട്ടില്ല എന്നാണോ തേലക്കാട്ടച്ഛൻ പറയുന്നത്? ഈ ഒരൊറ്റ സംഭവം കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും BJP എന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണോ? നഷ്ടപ്പെടാതിരിക്കുന്ന അവരുടെ അജണ്ട ഈ കേക്ക് മുറിക്കുമ്പോഴും ക്രിസ്മസ് ആഘോഷത്തിൽ പ്രധാനമന്ത്രിയുമായിട്ട് ഒന്നുചേരുമ്പോഴും ഒക്കെ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് മിഷണറിമാരെക്കുറിച്ച്, ക്രൈസ്തവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താണ്? തുല്യ പൗരന്മാരെ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഇന്ത്യയിലുള്ള സകല പൗരന്മാരെ ഒരുപോലെ കാണുന്ന ഒരു പാർട്ടിയാണോ ഇത്? ഇത് അന്വേഷിക്കാനുള്ള താല്പര്യവും ഉത്തരവാദിത്വവും മതനേതാക്കന്മാർക്കുണ്ട്. അത് നിർവഹിച്ചില്ല. അതിന് വേണ്ടത്ര ചിന്തയില്ലാതെ പ്രവർത്തിച്ചു. ചില നേതാക്കന്മാർ സ്വന്തം സ്വകാര്യ പ്രശ്നങ്ങൾക്ക് ഇതിനൊക്കെ വിട്ടുകൊടുത്തു എന്നുള്ള ദുഃഖകരമായ അവസ്ഥയാണ് നമുക്ക് കാണേണ്ടി വന്നത്. അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയുകയും ചെയ്യണം. ശരി, ശ്രീപത്മനാഭൻ, ഇപ്പൊ ഇന്ന് തൃശ്ശൂർക്കാര് അച്ഛന്മാരും ഞാൻ വരാം. അച്ഛാ, ശ്രീപത്മനാഭൻ, അതായത് BJPയുടെ കേരള ഘടകം പറഞ്ഞത് നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഒക്കെ ഛത്തീസ്ഗഡിൽ സംഭവങ്ങളായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. അവർ ഇതിന്റെ ഭാഗമല്ല എന്ന കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിക്കുകയും ഇനി ജാമ്യാപേക്ഷയുടെ ഘട്ടം എത്തുമ്പോൾ പ്രോസിക്യൂഷൻ അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അനൂപ് ആന്റണി അവിടെ തമ്പടിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകും എന്നുമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം കേരളത്തിൽ പറഞ്ഞത്. നേരെ മറിച്ചാണല്ലോ ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. മാത്രമല്ല, തേലക്കാട്ടച്ഛൻ പറഞ്ഞതുപോലെ അവിടുത്തെ സംഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ ബജറംഗ് ദൾ പ്രവർത്തകർ ഈ കന്യാസ്ത്രീകളോട് പറഞ്ഞത്, നീയൊക്കെ വിദേശത്ത് നിന്ന് വന്ന് ഞങ്ങളുടെ ഭക്ഷണവും കഴിച്ച് ഞങ്ങളുടെ ദയവ് കൊണ്ട് ഇവിടെ ജീവിച്ചിട്ട് ഞങ്ങളുടെ രാജ്യത്തിനെതിരെയും ഞങ്ങളുടെ മതത്തിനെതിരെയും പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വരുന്നത്. അപ്പോൾ നിലയ്ക്ക് നിർത്തണം ബജറംഗ് ദളിനെ, നിലയ്ക്ക് നിർത്തണം ഈ ഇത്തരത്തിലുള്ള ഗുണ്ടായിസം കാണിക്കുന്ന സംഘപരിവാരങ്ങളുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതൊരു ഭരണപരാജയമാണ് എന്നാണ് ഇന്ന് ക്ലിമിസ് തിരുമേനി പറഞ്ഞത്. ഇതെല്ലാം ഈ BJPയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടുന്ന സംഭവങ്ങളല്ലേ? ന്യായീകരിക്കാനോ ന്യായമായി പറയാനോ എന്തെങ്കിലും ഉണ്ടോ ശ്രീപത്മനാഭൻ? അതെ, ഞാനൊരു കേസ് നമ്പർ പറഞ്ഞുതരാം. MCRC നമ്പർ 9583 ഓഫ് 2021, ഹൈക്കോർട്ട് ഓഫ് ഛത്തീസ്ഗഡ് ബിലാസ്പൂർ. എന്താ സംഭവം അറിയോ? 5 പള്ളിയിലച്ചന്മാരെ ഛത്തീസ്ഗഡിൽ ബജ്രംഗ് ദളോ BJPയോ ഭരിക്കുമ്പോഴല്ല, നല്ല അസൽ കോൺഗ്രസ്സുകാർ സോണിയാഗാന്ധിയുടെ ശിഷ്യനായ ബാഘേൽ മുഖ്യമന്ത്രിയായിരിക്കെ 11/2021 ജനുവരി മാസം 11 അറസ്റ്റ് ചെയ്തു. എന്താ അവരുടെ പേര്? സൈമൺ കെസ്, കുൽദീപ് കെർക്കട്ട, സമൽ ടിർക്കി, അനിൽ ലക്കട, പ്രവീൺ ലക്കട. 5 പള്ളിയച്ചന്മാർ. ഇവരുടെ പേരിൽ ആരോപിച്ച കുറ്റം എന്താണെന്നറിയോ? ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയി അവനോട് പറഞ്ഞു അത്രേ, നീ ഇനി ഹിന്ദു ദൈവങ്ങളെ വിശ്വസിക്കരുത്, ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിക്കരുത്, നീ അതൊക്കെ അവസാനിച്ച് യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു എന്നാരോപിച്ച് ഈ 5 പള്ളിയിലച്ചന്മാരെ ഛത്തീസ്ഗഡിലെ മതപരിവർത്തന നിരോധന നിയമം 968, ഏത് കോൺഗ്രസ്സുകാർ പാസ്സാക്കിയ നിയമം, ഞങ്ങളല്ലോ, ഗോവിന്ദ് നാരായൺ സിംഗ് എന്ന കോൺഗ്രസ്സുകാരെ മുഖ്യമന്ത്രി ആയിക്കേ പാസ്സായ നിയമം. അയാൾ കോൺഗ്രസിനെ പിളർത്തിയിട്ടുണ്ടാക്കിയ മന്ത്രിസഭയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. ആ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു. എത്ര ദിവസം ജയിലിൽ കിടന്നു അറിയോ? 2021 ജനുവരി മാസം 11 അറസ്റ്റ് ചെയ്തവർക്ക് ബിലാസ്പൂർ ഹൈക്കോടതി ജാമ്യം കൊടുക്കുന്നത്
21/12/21 11.5 മാസം ജയിലിൽ കിടന്നു. 11.5 മാസം. കോൺഗ്രസ്സുകാർ കേസെടുത്തു. ബജരംഗ് ദള് ബഹളം ഉണ്ടാക്കിയിട്ടല്ല. കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പോലീസ് കോൺഗ്രസ് പാസാക്കിയ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കേസെടുത്തിട്ട് 11.5 മാസം 5 പള്ളിയിലച്ചന്മാർ ജയിലിൽ കിടന്നു. അവസാനം എന്തായെന്നറിയോ? ഈ കേസ് കള്ളക്കേസാന്ന് കണ്ട് ഇവരെ വെറുതെ വിട്ടു. ഈ കേസ് കള്ളക്കേസാന്ന് കണ്ട് ഇവരെ വെറുതെ വിട്ടു. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് കേസെടുത്തത് എന്തിനാ? ഈ 5 പള്ളിയിലച്ചന്മാരെ പേരിൽ കോൺഗ്രസ് 18 മുതൽ 23 വരെ ഛത്തീസ്ഗഡ് ഭരിച്ചപ്പോൾ 21-ൽ ഈ കേസെടുത്ത് 11.5 മാസം എന്തിനായി 5 പള്ളിയിലച്ചന്മാരെ ജയിലിലിട്ട്? ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലും വലിയൊരു വാർത്തയാണ്. തൃശ്ശൂരിൽ 2022-ൽ 3 കന്യാസ്ത്രീകൾ എന്തിനാണറിയോ? ഇതേ കുറ്റം, മനുഷ്യക്കടത്ത്. ജാർഖണ്ഡിൽ നിന്നും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ജോലിക്കെന്ന വ്യാജേന കേരളത്തിൽ കൊണ്ടുവന്നു. 3 കന്യാസ്ത്രീകൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കേസെടുക്കുന്നു. 3 കൊല്ലം കോടതി കയറി ഇറങ്ങി. 3 കൊല്ലം. ഈ കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി തൃശ്ശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജ് കള്ളക്കേസാണെന്ന് കണ്ട് വിചാരണ എടുക്കാതെ ഡിസ്ചാർജ് ചെയ്തു. ഇത് കേസെടുത്തത് റെയിൽവേ പോലീസാണ്. ഞാൻ വിചാരിച്ചു റെയിൽവേ പോലീസ് കേന്ദ്രത്തിൻ്റെ പോലീസാണ്. പക്ഷേ എൻ്റെ സുഹൃത്ത് സന്തോഷ്, പള്ളിക്കുന്നുകാരൻ സന്തോഷ്, സബ് ഇൻസ്പെക്ടറായി റിട്ടയർ ചെയ്ത ആളാണ്. അയാളെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് കേന്ദ്രത്തിൻ്റെ ഒന്നല്ല, കേരളത്തിൻ്റെയാണ്. കേരളത്തിലെ അഡീഷണൽ DGP ഇന്റലിജൻസ് മേൽനോട്ടം വഹിക്കുന്ന റെയിൽവേ പോലീസ് സൂപ്രണ്ട് നിയന്ത്രിക്കുന്ന പോലീസാണ്, പിണറായിന്റെ കീഴിലുള്ള പോലീസാണ്. 3 കന്യാസ്ത്രീകളുടെ പേരിൽ കള്ളക്കേസ്. ഇതേ കുറ്റം മനുഷ്യക്കടത്തെടുത്ത് ഇവരെ 3 കൊല്ലം കോടതി കയറ്റിയത്. അത് കള്ളക്കേസാന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. അപ്പൊ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ്സുകാർ പള്ളിയിലച്ചന്മാരുടെ പേരിൽ കള്ളക്കേസ് എടുത്താൽ പാർലമെന്റ് സ്തംഭിക്കില്ല. രാഹുൽ ഗാന്ധി മിണ്ടില്ല, പ്രിയങ്ക ഗാന്ധി മിണ്ടില്ല. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലീസ് കന്യാസ്ത്രീകളുടെ പേരിൽ മനുഷ്യക്കടത്ത് കള്ളക്കേസ് എടുത്താൽ ആന്റണി മിണ്ടില്ല, TN പ്രതാപൻ മിണ്ടില്ല, ഈഡൻ മിണ്ടൂല, പിന്നെ ഫ്രാൻസിസ് ജോർജ് മിണ്ടൂല. ഇത് എന്ത് നയാ? അല്ല, അപ്പോൾ ഈ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കള്ളക്കേസാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഇവരൊക്കെ സംസാരിക്കുന്നതെന്നാണോ ശ്രീ പത്മനാഭൻ പറയുന്നത്? ഈ എടുത്തിരിക്കുന്നതൊക്കെ ശ്രീപത്മനാഭൻ ഈ എടുത്തിരിക്കുന്നത് പോലെ തന്നെ ഒരു കള്ളക്കേസാണ് ഛത്തീസ്ഗഡിലും എടുത്തിരിക്കുന്നത്. അവിടെ ബജരംഗ് ദൾ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി ഈ ഭീഷണിപ്പെടുത്തുകയും ഹിന്ദുക്കളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുമെന്നും, നിങ്ങൾ വിദേശത്ത് നിന്ന് വന്നവരാണ്, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഈ സംസ്കാരവും മതവും ഒക്കെ നശിപ്പിക്കാൻ വന്നവരാണെന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി നിന്ന് പറയുന്നതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയാണോ ഈ കഴിഞ്ഞ 2 കേസുകൾ താങ്കൾ പറഞ്ഞത്? BJP സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വാക്കിന് ഒരു വിലയുമില്ലേ ശ്രീപത്മനാഭൻ? ഒരു വിലയുമില്ലേ? അനൂപ് ആന്റണി എന്താ പറഞ്ഞത്? അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണും, ഉപമുഖ്യമന്ത്രിയെ കണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്നല്ലേ? ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 5 പള്ളിയിലച്ചന്മാരെ 11.5 മാസം കോൺഗ്രസ്സുകാർ ഛത്തീസ്ഗഡിൽ ജയിലിലിട്ടത് ബജരംഗ് ദള് ബഹളം ഉണ്ടാക്കിയിട്ടാണോ? ആണോ? തൃശ്ശൂരിൽ 3 കന്യാസ്ത്രീകളുടെ പേരിൽ മാർക്സിസ്റ്റ് പോലീസ് കള്ളക്കേസ് എടുത്തത് ബജരംഗ് ദള് ബഹളം ഉണ്ടാക്കിയിട്ടാണോ? ഞങ്ങളെ ഗവൺമെന്റ് ഭരിക്കുന്ന സ്ഥലത്ത് കേസെടുത്താൽ വർഗീയ കേസ്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾക്കും പള്ളിയിലച്ചന്മാർക്കും കേസെടുത്താൽ മതേതര കേസ്. സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ബജറംഗ് ദൾ പ്രവർത്തകർ ബഹളം വെച്ചിട്ടാണ്. വർഗീയ കേസ് ആദ്യമായിട്ട് കേൾക്കുക. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ബജരംഗ് ദൾ പ്രവർത്തകർ ബഹളം വെച്ചു എന്ന് പറയുന്നു നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടിയുടെ വാർത്ത മാതൃഭൂമി ഉൾപ്പെടെ പത്രങ്ങൾ പറഞ്ഞില്ലേ? ദി സിറ്റുവേഷൻ എസ്കലേറ്റഡ് when one of the girls complained to the police that she was being taken without her consent. അന്തരീക്ഷം വഷളായത് കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പോലീസിനോട് പരാതി പറഞ്ഞു, എന്റെ സമ്മതമില്ലാതെ കൊണ്ടുപോയതാണ് എന്ന്. അതോടുകൂടിയല്ലേ ഇത് പ്രശ്നമായത്? എന്നിട്ടല്ലേ രണ്ട് പെൺകുട്ടികളുടെയും രക്ഷിതാക്കൾ അവരുടെ സമ്മതത്തോടു കൂടി അയച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് കേസെടുത്തിട്ട് ജയിലിലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
കേസെടുത്ത് ജയിലിലായതിനു ശേഷം അതായത് എന്തിന് കേസെടുക്കുന്നതിന് മുമ്പേ കാര്യം? ബജരംഗദൾ പ്രവർത്തകർ പറയുന്നത് ഹിന്ദുസ്ഥാൻ മാത്രം കേട്ടിട്ട് ടൈംസിന്റെ കേസെടുക്കാനാണോ റിപ്പോർട്ടിൽ അവിടുത്തെ പോലീസ് ഉള്ളത്? അപ്പൊ പെൺകുട്ടി പറഞ്ഞു എന്ന് മാതൃഭൂമി പറഞ്ഞത് നുണയാണോ? എനിക്കറിയില്ല. ആ വാർത്ത മാതൃഭൂമിയുടെ ഓൺലൈനിൽ ഇപ്പോഴും ഉണ്ട്. എനിക്കറിയില്ല. ടൈംസ് ഓഫ് ഞാൻ ഇന്ത്യയുടെ പറഞ്ഞത് ആ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ ഞങ്ങളുടെ അനുവാദത്തോടു കൂടിയാണെന്നും ഇവരവിടെ നിർത്തിയത് ഇന്ന പർപ്പസിനാണ്, ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണെന്ന് ആ കുട്ടികൾ തന്നെ പറയുന്നതും രക്ഷിതാക്കൾ പറഞ്ഞതുമായ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കാതെയാണോ മനുഷ്യക്കടത്തിനും അതുപോലെ തന്നെ പിന്നെ നിർബന്ധിത മതപരിവർത്തനത്തിനും അവിടുത്തെ BJP സർക്കാർ കേസെടുക്കുന്നത്, BJP സർക്കാരിന്റെ പോലീസ് കേസെടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ന് പ്രോസിക്യൂഷനും ബജരംഗദളിന്റെ അഭിഭാഷകനും ഒരേ സ്വരത്തിൽ ഈ കോടതിയിൽ ഒരേ കാര്യം തന്നെ പറഞ്ഞത്? ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ വാദം കേട്ടിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ തെറ്റായ കാര്യം പറയുന്നത്? ഇല്ല, ജാമ്യാപേക്ഷ വാദം കേട്ടിട്ടില്ല. ജാമ്യാപേക്ഷയ്ക്ക് വാദം കേട്ടിട്ടില്ല. പക്ഷെ പ്രോസിക്യൂഷനും ബജരംഗദളിന്റെ അഭിഭാഷകനും ഇത് ഈ കോടതിയിൽ പരിഗണിക്കേണ്ടതല്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതാണ് പറഞ്ഞത്. കോടതിക്ക് എന്തൊരു ഉത്തരവിന്റെ കോപ്പി തരാ. ഹിന്ദി വായിക്കാൻ അറിയെങ്കിൽ വായിച്ചോളൂ. ആ കോടതിയിലെ ഇന്നത്തെ ജാമ്യാപേക്ഷയിൽ ജഡ്ജി പാസാക്കിയ ഉത്തരവിന്റെ കോപ്പി ഞാൻ അജാസിന് ഇപ്പൊ ഇട്ട് കൊടുക്കാം. താങ്കൾക്ക് ഹിന്ദി വായിക്കാൻ പറ്റിയെങ്കിൽ വായിച്ചോ. ഞാൻ പറഞ്ഞത് അതല്ല. പറഞ്ഞു അതെ, കോടതി അത് പറയുന്നതിന് മുൻപ് അത് ആരാ ശ്രദ്ധയിൽപ്പെടുത്തിയത്? ആരാ കോടതിയോട് അത് പറഞ്ഞത്? അത് പറഞ്ഞത് ബജരംഗദളിന്റെ അഭിഭാഷകനും പ്രോസിക്യൂഷനും, അതായത് ഛത്തീസ്ഗഡ് പോലീസും ഒരേ അഭിപ്രായം പറഞ്ഞു. അത് ഈ കോടതിയുടെ പരിധിയിലേക്ക് വരുന്നതല്ല എന്ന്. ഇനി ഇതേ സമീപനം തന്നെയായിരിക്കും ബിലാസ്പൂർ NIA കോടതിയിൽ പോയാലും സ്വീകരിക്കാൻ പോകുന്നത്. എന്തിനാണ് വെറുതെ അല്ല അതൊക്കെ ഇട്ടോളൂ, അതല്ല ശ്രീപത്മനാഭൻ, എന്തിനാണ് വെറുതെ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്? ഈ പാർലമെന്റിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നുള്ള BJP MP-മാർക്ക് ഇതായിരുന്നില്ലല്ലോ അഭിപ്രായം. കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ അഭിപ്രായം ആയിരുന്നില്ലല്ലോ പാർലമെന്റിൽ ബഹളം വെച്ചപ്പോൾ ഛത്തീസ്ഗഡിലെ BJP MP-മാർക്ക് ഉണ്ടായിരുന്നത്. അല്ല, നിങ്ങള് ആദ്യം കോടതി പറഞ്ഞ അഭിപ്രായത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വേഗം ഓടിപ്പോവല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു കോടതി ഞങ്ങൾ അവിടെ ജാമ്യാപേക്ഷ എതിർത്തു. ഇനി ജാമ്യാപേക്ഷ കോടതി കേൾക്കാതെ താങ്കൾ പറയരുത്. ജാമ്യാപേക്ഷ എതിർത്തു എന്നല്ല പറഞ്ഞത്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അത് ഈ കോടതിയിൽ പരിഗണിക്കേണ്ടതല്ല എന്ന ബജരംഗദൾ അഭിഭാഷകന്റെ നിലപാടായിരുന്നു പ്രോസിക്യൂഷനും എന്നാണ് പറഞ്ഞത്. കേട്ടോ ശ്രീ പത്മനാഭൻ, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ മാത്രമല്ല, താങ്കൾ എന്തിനാണ് ഇപ്പോൾ ഈ സംഭവം പറയുമ്പോൾ 1968 സംഭവത്തിലേക്ക് ഓടിപ്പോയത്? താങ്കൾ എന്തിനാണ് 68 സംഭവത്തിലേക്ക് ഓടിപ്പോയത്? ശ്രീ രാജു പി നായർ, അതായത് കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു നിയമം, കോൺഗ്രസ് തന്നെ അന്യായമായി പള്ളിയിലച്ചന്മാരെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലിട്ട 68 അനുഭവം, പിന്നെ ഇവിടെ കള്ളക്കേസിൽ ഇതേപോലെ മനുഷ്യക്കടത്തിന് കേസെടുത്ത അനുഭവം ഒക്കെ പറഞ്ഞാണ് ശ്രീപത്മനാഭൻ പറയുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. BJP കേസെടുക്കുമ്പോൾ മാത്രം അത് വർഗീയ കേസായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നു എന്ന്. ശ്രീ രാജു പി നായർ, കോടതിയിൽ കിടക്കുന്ന കേസല്ലേ ഒന്നാമത്തെ എന്റെ സംശയം അങ്ങനെ പറയുന്നത്. അല്ല, പറഞ്ഞോളൂ ശ്രീ രാജു പി നായർ, താങ്കളുടെ സമയം. ഒരു സെക്കൻഡ്. എന്റെ സംശയം ശ്രീപത്മനാഭൻ ഹിന്ദു BJPയും അനൂപ് ക്രിസ്ത്യൻ BJP ആണോ എന്നുള്ളതാണ്. കാരണം ശ്രീപത്മനാഭൻ ഇവിടെ പറഞ്ഞത്, മാതൃഭൂമിയുടെ ഒരു വാർത്ത കോട്ട് ചെയ്ത് പറഞ്ഞത്, ഇതിനകത്ത് കൊണ്ടുപോയ പെൺകുട്ടികളിൽ ഒരാൾ അയാളുടെ സമ്മതമില്ലാതെയാണ് ഇത് കൊണ്ടുപോയതെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് BJP അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഈ അനൂപ് എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഛത്തീസ്ഗഡിലേക്ക് പോയതും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതും എല്ലാം കള്ളത്തരല്ലേ? അവർ ആ തെറ്റ് മനുഷ്യക്കടത്തുന്നുള്ള അല്ലെങ്കിൽ അവരുടെ സമ്മതത്തിന് വിരുദ്ധമായ ആളെ കൊണ്ടുപോയി എന്നുള്ള ബജ്രംഗ് ദളിന്റെ വാർത്ത അല്ലെങ്കിൽ ബജ്രംഗ് ദളിന്റെ വേർഷൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ പീഡിപ്പിച്ചാണ് അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തിയാണ് അത് മാറ്റി പറയിപ്പിച്ചതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെ അതിനകത്ത് അല്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ആ വാദം ഇന്ന് ചർച്ചയിൽ BJPയുടെ പ്രതിനിധി ഉന്നയിക്കുകയാണെങ്കിൽ കേരളത്തിലെ ക്രിസ്തീയ സമുദായം, ഈ കേരളത്തിലെ മതേതര വിശ്വാസികൾ കൃത്യമായിട്ട് ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ തിരിച്ചറിയുക. അപ്പൊ പിന്നെ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ അവർ നിരപരാധികളാണെന്ന് പറഞ്ഞത്? എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് തെറ്റിദ്ധരിച്ചതാണെന്ന് പറഞ്ഞത്? അവരെ അന്യായമായിട്ടാണ് തടങ്കലിൽ പാർപ്പിച്ചതെന്ന് പറഞ്ഞ എന്തിനാ? നിങ്ങൾ നോക്കൂ, നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു കള്ളത്തരം ഒരു മറ്റൊരു മുഖം പ്രചരിപ്പിക്കുകയും
ഈ ചർച്ചകളിൽ വന്നിരുന്ന് നിങ്ങൾ ഛത്തീസ്ഗഡ് സർക്കാരിനെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ്. അങ്ങ് കേരളത്തിലോ ഛത്തീസ്ഗഡിലോ ഒക്കെ നേരത്തെ ഉണ്ടായ ഏതോ അറസ്റ്റിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു സംഭവത്തിൽ ആരെങ്കിലും പരാതി കൊടുത്താൽ ആ പരാതികൾ അന്വേഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് എന്താ? ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് ബജ്രംഗ് ദളിന്റെ ജ്യോതി ശർമ്മ എന്നുൾപ്പെടെയുള്ള നേതാക്കന്മാർ പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ച് പോലീസിന്റെ കൂടെ നിന്ന് അവരെ ചോദ്യം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്ത് അവർ ഇതിനകത്ത് മനുഷ്യക്കടത്ത് പറയാന്ന് പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ പുറത്തു വന്നില്ലേ? ഛത്തീസ്ഗഡിലെ പോലീസ് ഭരിക്കുന്നത് ബജ്രംഗ് ദളാണോ? പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത് ബജ്രംഗ് ദളാണോ? ഇത് ഛത്തീസ്ഗഡ് മാത്രമല്ലല്ലോ, ഈ രാജ്യത്ത് യുപിയിലും ഉൾപ്പെടെ ഒഡീഷയിലും ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലെല്ലാം ക്രിസ്മസ് ദിനത്തിലെ പ്രാർത്ഥനകൾ പോലും തടസ്സപ്പെടുത്താൻ ബജ്രംഗ് ദൾ ഉൾപ്പെടെ നിൽക്കുന്നത് കണ്ടില്ലേ? പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഒഡീഷയിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരല്ലേ കൂടെ ഉണ്ടായിരുന്നത്? അവരല്ലേ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇവരെ ആക്രമിക്കുന്നത്? 90 വയസ്സുള്ള വയോധികനായ ഒരു വൈദികനെ പുറകിലേക്ക് കൈ കെട്ടിയിട്ട് മർദ്ദിച്ചത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ ബജ്രംഗ് ദൾ അല്ലേ? എന്താണ് ഈ BJPയുടെ കാലത്ത് നമ്മൾ ഇത്തരത്തിൽ ആരോപിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്? ഇത് ഇന്നുണ്ടായ ആദ്യത്തെ സംഭവമല്ലാണോ? നോക്കൂ, 2014 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2014 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള വയലൻസ് 127 127. 2015 അത് 177 വർദ്ധിച്ചു. 2019 എത്തിയപ്പോൾ അത് 328. 2021 എത്തുമ്പോൾ 505 മാറി. ഇപ്പോ 2023 601, 2024 എത്തിയപ്പോൾ 834 ഇൻസിഡൻസ്, സംഭവങ്ങൾ ഇത്തരത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ ആക്രമിക്കുന്നതും പള്ളികൾ തകർക്കുന്നതും അവരുടെ ആരാധനാലയങ്ങൾ അതിക്രമിച്ചു കയറുന്നതും സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് 834 ഇൻസിഡൻസ് ആണ് കഴിഞ്ഞ വർഷം ഈ രാജ്യത്തുണ്ടായത്. ഇത് കൃത്യമായിട്ട് ഇന്ന് ക്രിസ്തീയ സമുദായത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് BJPയും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? പക്ഷെ അത് കേരളത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ, കാരണം ക്രിസ്മസ് ദിനത്തിലുള്ള കേക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രിസ്മസ് ദിനത്തിലുള്ള കേക്കിലൂടെ ഈ വിഷം കലർത്തിവിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കേരളത്തിലെ രാഷ്ട്രീയത്തിന് BJPക്ക് അനുകൂലമാവുന്നില്ല എന്നുള്ളത് കൊണ്ട് BJP കേരളത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം എടുക്കല്ലേ? ഈ മുതലക്കണ്ണീര് ഒഴുക്കിക്കൊണ്ടല്ലേ നേരത്തെ ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ നരേന്ദ്രമോദി ഉൾപ്പെടെ ഡൽഹിയിലെ പള്ളിയിലേക്ക് ചെല്ലുന്നത്? അല്ല, ഇതേ ഛത്തീസ്ഗഡിൽ തന്നെ പ്രാർത്ഥനാ യോഗങ്ങൾ നടന്ന ഇടത്തേക്ക് ബജറംഗ് ദൾ പ്രവർത്തകർ എത്തി ആക്രമണം നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് 8-10 പേർക്ക് പരിക്കേറ്റതാണ്. അതെ 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 ഗോപീഷ്ണൻ, നോക്കൂ, ഛത്തീസ്ഗഡിൽ തന്നെ എത്ര സംഭവങ്ങൾ ഉണ്ടായി. നോക്കൂ, രാജ്യത്ത് മുഴുവൻ, മണിപ്പൂരിൽ ഉൾപ്പെടെ ഏകപക്ഷീയമായി ക്രിസ്ത്യൻ മിഷണറിമാരെ ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം ആഗോള ക്രൈസ്തവരുടെ ഭാഗമല്ല കേരളത്തിലെ ക്രൈസ്തവർ എന്ന് ചിന്തിക്കുക. ഈ സംഘപരിവാറിന്റെ വിഷലിപ്തമായിട്ടുള്ള നയവും അവരുടെ ആക്രമണവും ഉൾപ്പെടെ നിരന്തരമായിട്ട് ഈ കേരളത്തിലെ ജനാധിപത്യ മതേതരത്വ സമൂഹം ഉയർത്തുമ്പോൾ അതൊന്നും തങ്ങളുടെ വിഷയമല്ല, ഈ കേരളത്തിന് പുറത്തുള്ള വിഷയമാണെന്നും ഒരു ഘട്ടത്തിൽ ചില മെത്രാന്മാർ അതിനെ തള്ളിപ്പറയുകയും അവിടുത്തെ സാഹചര്യം കൊണ്ടുണ്ടായതാണ് എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഈ കാബാലികരെ തിരിച്ചറിയാൻ കേരളത്തിലെ മെത്രാന്മാർക്ക് കഴിയാഞ്ഞിട്ടാണോ? അവർക്ക് അതിനുള്ള ഡാറ്റ ഇൻപുട്ട് ഇല്ലാഞ്ഞിട്ടാണോ? ബാംഗ്ലൂര് മെച്ചാഡോ ബിഷപ്പ് ഉൾപ്പെടെ ഈ ഇവർക്കെതിരെ സുപ്രീം കോടതി വരെ നടത്തുന്ന പോരാട്ടം ഇവർക്ക് അറിയാത്തതല്ലോ. പക്ഷെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ മതേതര കേരളത്തിനകത്ത് BJPയെ കടത്തിവിട്ടാലും ശരി, തങ്ങളുടെ ലക്ഷ്യം കാണണം എന്ന് ചിന്തിക്കുന്ന ചില ക്രൈസ്തവ മെത്രാന്മാർ വിരിക്കുന്ന ചുവപ്പ് പരവതാനിയിലൂടെയാണ് ഈ വിഷലിപ്തരായിട്ടുള്ള ഈ സംഘികൾ, ഈ അക്രമകാരികൾ കേരളത്തിൽ കടന്നുകൂടുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഈ നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇവർ മുസ്ലിം വിരുദ്ധത പ്രയോഗിച്ചുകൊണ്ട്, മുനമ്പം വിഷയം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനകത്ത് ഈ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ വിഭജിക്കുന്ന നയം നടപ്പിലാക്കുമ്പോൾ അതിന് ചുവപ്പ് പരവതാനി വിധിച്ച കേരളത്തിലെ ക്രൈസ്തവ മെത്രാന്മാർ ചിലർക്ക് റബ്ബറിന് താങ്ങ വില കിട്ടിയാൽ ഒരു MP-യെ കൊടുക്കാൻ. അതൊക്കെ ഇപ്പൊ ഇന്ന് തിരുത്തിയല്ലോ ശ്രീ രാജു പി നായർ. ഇന്നിപ്പോ തിരുമേനിമാരൊക്കെ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? ആദ്യം ഈ പ്രശ്നം പരിഹരിക്കട്ടെ, എന്നിട്ടും ആവാം ചായ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ ഒരു മിനിറ്റ് ഈ 2 മലയാളി
സിസ്റ്റർമാർ കിടക്കുന്ന ജയിലിലെത്തി അവരെ സന്ദർശിച്ച ബൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഇടത് പ്രതിനിധി സംഘത്തിൽ അംഗമായിരുന്നു ശ്രീ എ റഹീം MP. അദ്ദേഹം കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ശ്രീ എ റഹീം, ആദ്യം എന്നിട്ട് പോകുന്നതായിരിക്കും. ശരി, ഒരു 30 സെക്കൻഡ് അങ്ങ് പറഞ്ഞത് ഇന്ന് ഇവർ തിരിച്ചറിയാണ്. ഈ തിരിച്ചറിയുന്നത് ഇവർക്ക് തിരിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയുമെല്ലാം നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ ദുരന്തഫലം അനുഭവിക്കുന്ന ഈ സമുദായത്തിൽ തന്നെ പെട്ടിട്ടുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവർ അതിനുള്ള നേർക്കാഴ്ച ഉണ്ടായിരുന്നല്ലോ. കേരളത്തിലെ മതേതര സമൂഹം ഇവരോട് പറഞ്ഞല്ലോ, ചെയ്യരുത്, ഇത് കടക്കൽ കത്തിവെക്കുന്നതാണ്, രണ്ടാമനെ കൂട്ടുപിടിച്ച് ഒന്നാമനെ തീർക്കാനുള്ള ശ്രമമാണ്, ആ ഒന്നാമൻ തീർന്നാൽ തിരിച്ച് രണ്ടാമനിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞല്ലോ. RSS 5 വർഷം മുമ്പ് പറഞ്ഞല്ലോ ഈ ക്രിസ്തീയ സമുദായത്തിന് മുഴുവൻ കൊടുത്തിരിക്കുന്ന പാട്ടം 99 വർഷത്തെയാണ്, അത് കഴിയുമ്പോൾ മുഴുവൻ ഭൂമി തിരിച്ചെടുക്കണമെന്ന് RSS അപ്പൊ തന്നെ പറഞ്ഞല്ലോ. പക്ഷെ സമുദായത്തിലുള്ള ചിലർക്ക് അത് കേൾക്കാനുള്ള കാതുണ്ടായിരുന്നില്ല. ഫാദർ പോൾ തേലക്കാട്ട് ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെയും ഈ നാട്ടിലെ മനുഷ്യത്വത്തെയും സ്നേഹിക്കുന്ന മനുഷ്യർ കൃത്യമായിട്ട് അവരുടെ നേതൃത്വത്തോട് പോലും വിളിച്ചു പറഞ്ഞു. പക്ഷെ അത് കേൾക്കാനുള്ള ചെവിയില്ലാതെ സ്ഥാപിത താല്പര്യത്തിനു വേണ്ടി BJPയെ കടത്തിവിട്ടാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചവർ ഇന്ന് തിരിച്ചറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ തിരിച്ചറിയുന്നത് നാളെ ഈ വിഷയം കെട്ടടങ്ങുമ്പോൾ വീണ്ടും അവർക്ക് ചുവപ്പ് പരവതാനി വിരിക്കാനും ക്രിസ്മസ് കേക്ക് മുറിക്കാനും ആവരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി തേലക്കാട്ടച്ചൻ മറുപടി പറയട്ടെ. ശ്രീ എ റഹീം, ഇനി അറിയാൻ ഉള്ളത് അവിടെ ചെന്നപ്പോൾ താങ്കൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. ഇപ്പോൾ നമ്മൾ ബജരംഗദൾ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി നടത്തിയ ഇടപെടലൊക്കെ ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം ഇന്ന് വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരുന്നപ്പോൾ ദുർഗ് കോടതിക്ക് മുന്നിൽ ബജരംഗദൾ പ്രവർത്തകർ നിൽക്കുന്നതും അവരാണ് ആദ്യം ജാമ്യം നിഷേധിച്ചു അല്ലെങ്കിൽ ജാമ്യ അപേക്ഷ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷ പ്രകടനങ്ങൾ നടത്തിയത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ക്രൈസ്തവ സന്യാസിനിമാർക്ക് നേരിടേണ്ടി വന്ന അപമാനവും അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ഏത് സ്വഭാവത്തിലുള്ളതായിരുന്നു? നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ശ്രീ എ റഹീം MP? ഹൃദയഭേദകമായിരുന്നു അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഗോപികൃഷ്ണൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്യാസിനിമാർ, കന്യാ സ്ത്രീകൾ പലതരത്തിലും നമ്മുടെ ജീവിതത്തിൽ സാന്ത്വനമായി മാറിയിട്ടുണ്ട്. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ വളരെയധികം സാന്ത്വനമായി പല ഘട്ടത്തിലും മാറിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വ്യക്തിപരമായി എൻ്റെ പഴയ അനുഭവങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തോട് വല്ലാത്തൊരു ആത്മബന്ധം കേരളത്തിലെ ഏതാണ്ട് എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എനിക്കുണ്ട് വ്യക്തിപരമായി. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദയഭേദകമായിരുന്നു. ഞങ്ങളുടെ സംഘത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അവർ ഇടയ്ക്ക് വിതുമ്പുന്നുണ്ടായിരുന്നു. അവർ കണ്ഠമിടറുകയും വിതുമ്പിപ്പോവുകയും ചെയ്തത് ഒരു ഘട്ടത്തിലാണ്. അവർ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ബജരംഗദളിൻ്റെ ഈ ക്രിമിനൽ സംഘം ഇവരെ ചോദ്യം ചെയ്തു, ഇവരെ വല്ലാതെ ഹരാസ് ചെയ്തു. തുടർച്ചയായ ആ ഹരാസ്മെൻറ്റിനിടയിൽ അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടായിരുന്നു. അത് പറയുമ്പോഴായിരുന്നു ഈ 2 കന്യാസ്ത്രീകളും ഞങ്ങളുടെ മുഖത്ത് നോക്കി വിതുമ്പിയത്. അതിങ്ങനെയായിരുന്നു: നീയൊക്കെ വിദേശത്ത് നിന്ന് വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് താമസിച്ച് ഞങ്ങളുടെ ചിലവിൽ ഇവിടെ ജീവിച്ച് ഞങ്ങൾക്കിടയിൽ ജീവിച്ച് ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ മതത്തെയും അപായപ്പെടുത്താൻ നോക്കുന്നോ, ഇല്ലെങ്കിൽ കുറയ്ക്കാൻ നോക്കുന്നോ, ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നോ? ഇജ്ജാതി വർത്താനായിരുന്നു. ഇത് പറയുന്നതിനിടയിൽ ഞങ്ങളോട് ആ കന്യാസ്ത്രീമാർ ചോദിച്ചു, ഞങ്ങൾ നടത്തുന്ന സേവനങ്ങൾ, ഞങ്ങളിവിടെ ജീവിക്കുന്ന, ഞങ്ങൾ ജനിച്ച ഈ മണ്ണിൽ ഞങ്ങളുടെ അസ്തിത്വത്തെ അവർ ചോദ്യം ചെയ്യുകയാണ്. ദിവസം ഇത്ര കഴിഞ്ഞിട്ടും അവരുടെ മനസ്സിൽ ഈ ജയിൽവാസത്തേക്കാൾ കൂടുതൽ ആഴത്തിലേറ്റ മുറിവതാണ്. ഇത് അവരുടെ മാത്രം അനുഭവമാണോ? ആ സംഭവത്തിൽ ജയിലിൽ കിടക്കുന്ന 19-കാരനായ ഒരു ആദിവാസി യുവാവുണ്ട്. ആ ചെറുപ്പക്കാരനെ ഞങ്ങൾ കണ്ടു. ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഫോഴ്സ്ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നതാണ് എന്നെല്ലാമുള്ള വാദങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. ശുദ്ധാസംബന്ധമാണ്. ഞങ്ങൾ ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു. അവനുണ്ടായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളോട് നരേറ്റ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നോക്കൂ, ക്രിമിനലുകളെ പാർപ്പിച്ചിരിക്കുന്ന ദുർഗിലെ സെൻട്രൽ ജയിലിൽ തിരുവസ്ത്രമണിഞ്ഞ് 2 കന്യാസ്ത്രീകൾ, 2 മാലാഖമാർ കിടക്കുകയാണ്. അവർക്ക് കിടക്കാൻ ഒരു കട്ടിൽ പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഒരു കട്ടിൽ കൊടുത്തിട്ടില്ല. അവരെ കിടത്തിയിരിക്കുന്നത് ചൗക്കാളയിലാണ്, തറയിൽ ചൗക്കാളയിൽ. അതിൻ്റെ മുകളിൽ ആ 2 മാലാഖമാർ കിടക്കുകയാണ്. നരേന്ദ്രമോദി പറയാറുണ്ടല്ലോ, മദർ ഓഫ് ദി ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ മാതാവ്
ഇതാണോ ജനാധിപത്യത്തിന്റെ മാതാവ്? ഒരമ്മയെ, കന്യാസ്ത്രീയെ ട്രീറ്റ് ചെയ്യുന്ന വിധം? ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ തലകുനിച്ച് നിൽക്കുകയാണ് ഈ സംഭവത്തിൽ. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഗോപികൃഷ്ണൻ ഇവരോടുണ്ടായ ആ സംഭവങ്ങൾ മുഴുവൻ വിശദീകരിച്ചവർ പറഞ്ഞു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല. അവർ ഇപ്പോഴും ജയിലിൽ പീഡനം അനുഭവിക്കുന്നു. അവർക്ക് മരുന്നിന്റെ പ്രയാസമുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ ചെറുപ്പക്കാരൻ ചില പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു. ഞങ്ങൾ ജയിൽ അധികൃതരോട് 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന്, അടിയന്തരമായി ഇവർക്ക് കട്ടിൽ കൊടുക്കണം, ഇവർക്ക് കിടക്കാനുള്ള കട്ടിൽ കൊടുക്കണം. രണ്ടാമതൊരു കാര്യം, ഈ ആദിവാസി യുവാവായ ചെറുപ്പക്കാരനുണ്ട് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു, അയാളെ ക്രൂരമായി അടിച്ചു. അത് എവിടെ വെച്ചാണ് അടിക്കുന്നത്? ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ചാണ്. റൂൾ ഓഫ് ലോ എവിടെ? നിയമവാഴ്ച എവിടെ? പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് ഒരു സംഘം ക്രിമിനലുകൾക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ, ഭേദ്യം ചെയ്യാൻ, ചോദ്യം ചെയ്യാൻ, ആ പെൺകുട്ടികളെ മർദ്ദിക്കാൻ, ഈ പറയുന്ന ആദിവാസി യുവാവിനെ ക്രൂരമായി ആക്രമിക്കാൻ അവർക്ക് സാധിക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ, പോലീസിന്റെ മുമ്പിൽ. എന്ത് ഇന്ത്യയാണിത്? എന്ത് തരത്തിലുള്ള ഛത്തീസ്ഗഡ്? എന്ത് ഭരണമാണിത്? റൂൾ ഓഫ് ലോ തകർന്ന ലക്ഷണമല്ലേ? ഇനി അത് തീരുന്നില്ല. അത് കഴിഞ്ഞിട്ടോ ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ അതിനകത്ത് പീഡനം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജയിൽ സൂപ്രണ്ടിനോട് ശക്തമായി ആവശ്യപ്പെടുകയും അതിന്റെ പശ്ചാത്തലത്തിൽ അയാൾക്ക് കംഫർട്ടബിളായ മറ്റൊരു സെല്ലിലേക്ക് മാറ്റാം, എല്ലാ തരത്തിലുള്ള ബന്ധവും അത് സംബന്ധിച്ച് ഏർപ്പെടുത്താം എന്ന് ജയിൽ സൂപ്രണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടാണ് ഞങ്ങൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഞങ്ങൾ ഇന്നലെ ആർച്ച് ബിഷപ്പിനെ കണ്ടിരുന്നു. ആർച്ച് ബിഷപ്പുമായി മണിക്കൂറുകൾ നീണ്ട സംഭാഷണം നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ കാലമത്രയും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ഞങ്ങൾ കാണുകയായിരുന്നു. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നേരത്തെ രാജു പി നായർ പറഞ്ഞല്ലോ, ഇവിടെ കേക്കുമായി സഭകൾ തോറും കയറിയിറങ്ങുന്ന BJP നേതാക്കളുണ്ടല്ലോ. അവിടുത്തെ മുഖ്യമന്ത്രി, ഞങ്ങൾ ചോദിച്ചു, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചു അവിടുത്തെ ബിഷപ്പിനോട്, നിങ്ങൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കാറുണ്ടോ? ആശയവിനിമയം നടത്താറുണ്ടോ? നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഈ BJPക്കാർ കപടമുഖം മൂടിയണിഞ്ഞ് ഇവിടുത്തെ ബിഷപ്പ് ഹൗസുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല, തുടർച്ചയായി പോവാണ്. കേക്ക് കൊണ്ടുപോവുക, കുരിശ് കൊണ്ടുപോവുക, എല്ലാം കൊണ്ടുപോവാണല്ലോ, തിരുസ്വരൂപം കൊണ്ടുപോവുക. എന്നിട്ടോ അവിടെയോ അവിടുത്തെ ബിഷപ്പ് ഞങ്ങളോട് പറഞ്ഞാണ്, ആ ബിഷപ്പിനെ കാണാനോ ഇനി കാണാൻ ശ്രമിച്ചാൽ അവിടെ ഒരു അവസരം കൊടുക്കലോ ഒരു തരത്തിലുള്ള അനുഭവമില്ല, പടിക്ക് പുറത്താണ്. ഇനി ഞങ്ങൾ ഇന്നലെ ഈ 2 സിസ്റ്റർമാരുടെയും കോൺവെന്റ് സന്ദർശിച്ചു. അവിടുത്തെ ഒരുപാട് കന്യാസ്ത്രീകളുമായി സംസാരിച്ചു. എന്താണ് അവരുടെ അനുഭവം? തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന കന്യാസ്ത്രീമാരെ ഞങ്ങൾ കണ്ടു. അവരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. വേദപഠന ക്ലാസ്, ആ കുട്ടികളുടെ വേദപഠന ക്ലാസ് ഇതേ കോൺവെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതേ അവരുമായി ബന്ധപ്പെട്ടൊരു സ്കൂളുണ്ട്, അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ ആളുകൾ, ഒരു സംഘം ക്രിമിനലുകൾ അവിടേക്ക് ഇരച്ചു കയറി ജയ് ശ്രീറാം വിളികളുമായി അകത്തേക്ക് വന്നു. അവിടെ ഇരുന്ന മുഴുവൻ കുട്ടികളുടെയും ഭൂതകാലം പരിശോധിച്ചു. എന്താ പരിശോധിക്കുന്നത്? ആരെങ്കിലും ഹിന്ദുക്കളുണ്ടോ എന്നാണ്. അത് പരിശോധിക്കണം. ഇവരാരാണ്? നിങ്ങൾ നോക്കൂ, ഛത്തീസ്ഗഡിൽ ഈ അനുഭവിക്കുന്ന ദുരിത കാഴ്ചകളാണ്. ഉറച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ഭയപ്പെടുന്ന മനുഷ്യരെ ഞങ്ങൾ കണ്ടു. ചിലർ ഞങ്ങളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ പേരൊന്നും പുറത്ത് പറയരുതേ. ചില സന്യാസിനിമാർ നിർഭയത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരു സന്യാസിനി എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾക്ക് എന്തിനാണ് സർ ഭയം? ക്രിസ്തുവിൻ്റെ വഴിയിൽ മരിച്ചു പോവുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് കരുതുകയാണ് ഞാൻ എന്നൊരു സന്യാസിനി എന്നോട് പറഞ്ഞു. നിങ്ങൾ നോക്കൂ, വൈകാരികമായ അനുഭവങ്ങളായിരുന്നു ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങൾ. ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ജനാധിപത്യ ഇന്ത്യയിൽ 2 കന്യാസ്ത്രീകളെ കള്ളക്കേസെടുത്ത് ജയിലിലിട്ടിരിക്കുന്നു. ഇപ്പോൾ 370A, അത് IPCയിലെ 370A, BNSൽ മറ്റൊരു വകുപ്പാണത്. എന്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്? അത് ഇന്റർ സ്റ്റേറ്റോ ഇന്റർനാഷണൽ ലോ ആണെങ്കിൽ 370A അട്രാക്ട് ചെയ്യും. അങ്ങനെ 370A വന്നാൽ NIAക്ക് വേണമെങ്കിൽ അത് പരിഗണിക്കാം. ഇതാണ് അതിൻ്റെ ലീഗൽ പൊസിഷൻ. എന്തിനാണ് വകുപ്പ് ചാർത്തിയത്? എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവരെവിടെ കടത്തിക്കൊണ്ടുപോയെന്നാണ്? എവിടെയും കടത്തിക്കൊണ്ടുപോയതല്ല. 2 നിരാലംബരായ 2 സ്ത്രീകൾ, അത് പ്രായപൂർത്തിയായ സ്ത്രീകൾ എവിടെ സഞ്ചരിക്കണം, എവിടെ പോകണമെന്ന് RSSന്റെ കാര്യാലയത്തിൽ പോയി എഴുതി വാറോല ഒപ്പിട്ട് വാങ്ങി മാത്രമേ പോകാൻ പറ്റുള്ളൂന്നുണ്ടോ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ? 2 ട്രൈബ് യുവതികൾ, പ്രായപൂർത്തിയായവർ. ഇനി അവരുടെ രക്ഷകർത്താക്കളുടെ അനുമതി അതുപോലും വേണ്ട. അവരും പറയുന്നു ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോയത്. എന്നോട് ആ സിസ്റ്റർമാർ ജയിലിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ വന്നു, ഈ പ്രശ്നമാകുന്നു, ഇങ്ങനെ ആളുകൾ കൂടുന്നു, അപ്പോഴേക്കും പോലീസ് വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് വരികയാണ്. പോലീസ് വന്നപ്പോൾ ഞങ്ങൾ കരുതി പോലീസ് ഞങ്ങൾക്ക് സംരക്ഷണം തരുമല്ലോ. ഞങ്ങൾ വളരെ സൗഹൃദത്തോടെ, വളരെ ബഹുമാനത്തോടെ പോലീസിനെ കൈകൂപ്പിക്കൊണ്ട് പോലീസിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് പോലീസ് ഇവരുടെ ഇതായിട്ടാണ് വന്നത്.
പോലീസ് വന്നപ്പോഴെങ്കിലും ഈ ഹരാസ്മെന്റ് അവസാനിക്കുമെന്ന് കരുതി. ഇല്ല. ഇതെന്താണിത്? ഇത് വളരെ പ്രകടമാണ്. ഇതിനകത്ത് വളരെ ലളിതമാണ്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ പുറത്തു നിന്ന് വന്നവരാണ്, വിദേശത്ത് നിന്നവരാണ്. അവിടെ നിന്ന് വന്നിട്ട് ഞങ്ങളെ ഭരിക്കാറായോ? അവിടെ നിന്ന് വന്നിട്ട് നീയൊക്കെ വേണമെങ്കിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി രണ്ടാം പൗരന്മാരായി ജീവിച്ചു കൊള്ളണം. ഇത് വിചാരധാരയുടെ വാക്കുകളാണ്. ഇത് വിചാരധാരയിലെ ശബ്ദമാണ്. RSSന്റെ അടിസ്ഥാന ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബെഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാര വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ ഇവരെല്ലാം വിദേശത്ത് നിന്ന് വന്നവരാണ്. ഇവർക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കാം. ഞങ്ങൾ ആരും പോണമെന്ന് പറയില്ല. പക്ഷെ ഇന്ത്യയിൽ തുടരണമെങ്കിൽ ഇവിടത്തെ സംസ്കാരത്തെ അംഗീകരിച്ച് ഒന്നുകിൽ ഈ സംസ്കാരത്തിൽ ഇഴുകിച്ചേരുകയോ ഇല്ലെങ്കിലോ ഇവിടെ രണ്ടാം പൗരന്മാരെയോ കിട്ടുന്ന ആനുകൂല്യങ്ങളെ ഏതായാലും റഹീം, ഈ അനുഭവങ്ങളൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. ഇന്നും ഇപ്പോൾ രണ്ടാം തവണയും ജാമ്യാപേക്ഷ വന്നപ്പോൾ ഈ സെഷൻസ് കോടതിയും അത് പരിഗണിച്ചിട്ടില്ല. കാരണം അത് ഒരു മേൽക്കോടതി പരിഗണിക്കേണ്ടതാണ് എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 10 വർഷത്തിലധികം തടവ് ശിക്ഷ വിധിച്ചേക്കാവുന്ന അല്ലെങ്കിൽ അത് അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകൾ ചുമത്തിയതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്നുകൂടി നമ്മൾ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ നേരത്തെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞു. അതായത് ക്രൈസ്തവ സഭകൾക്ക് BJPയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങളിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അത് തിരുത്താനും അവർക്ക് കണ്ണു തുറക്കാനുമുള്ള ഒരു അവസരമായി നിലവിലെ സാഹചര്യങ്ങൾ മാറണം എന്നുള്ളതാണ് രാജു പി നായർ പറഞ്ഞ ഒരു അഭിപ്രായം. കാരണം അവരാണ് ഈ തെറ്റിദ്ധാരണയുണ്ടാക്കി ഈ ക്രൈസ്തവ സഭകളെ അടുപ്പിക്കാൻ BJP നടത്തിയ ശ്രമങ്ങളിൽ ആ വെട്ടിൽ അവർ വീണുപോയി എന്നാണ് രാജു പി നായർ നടത്തിയ ഒരു നിരീക്ഷണം. അതിന് ഫാദർ പോൾ തേലക്കാട്ട് മറുപടി പറയട്ടെ. അതോടൊപ്പം തന്നെ ശ്രീപത്മനാഭൻ നമ്മളോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. അദ്ദേഹം BJPക്ക് ഇതിനകത്ത് ഒരു ഇരട്ടത്താപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഇരട്ടത്താപ്പ് പ്രകടമാകുന്ന, കാരണം കേരള ഘടകം ഒന്ന് പറയുന്നു, മറ്റൊന്ന് സംഭവിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ കൂടി അദ്ദേഹം പറയട്ടെ. ഞാൻ ഫാദർ പോൾ തേലക്കാട്ടച്ചൻ, ഇവിടെ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്, പ്രസ്താവനകൾ ഇറങ്ങിയിട്ടുണ്ട്, മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. UDFൻ്റെയും ഇടതുമുന്നണിയുടെയും ഒക്കെ പ്രതിനിധി സംഘം ഈ കാര്യത്തിൽ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള MP മാർ ഒറ്റക്കെട്ടായി ഈ 2 മലയാളി കന്യാസ്ത്രീകൾ അന്യായമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന നിലയിൽ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി സാധ്യമായ എല്ലാ രീതിയിലും ഈ വിഷയത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം പൊതുവിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപക്ഷെ സഭാ നേതൃത്വം വിശ്വസിച്ചിട്ടുണ്ടാവുക ഇവിടെ BJPയുടെ കേരള ഘടകം നടത്തിയ അല്ലെങ്കിൽ നൽകിയ ഉറപ്പുകളെ ആയിരിക്കും. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഈ 2 കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നറിയാം. അവിടുത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അവിടെ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് ജാമ്യം കിട്ടാനൊന്നും പ്രയാസമുണ്ടാകില്ല, സർക്കാർ അതിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കും എന്നൊക്കെയായിരുന്നു. ഇവിടെ ശ്രീ രാജു പി നായർ ഈ ചർച്ചയ്ക്കിടെ ചൂണ്ടിക്കാണിച്ച കാര്യം താങ്കൾ ശ്രദ്ധിച്ചല്ലോ. അതായത് ഈ അരമനകളിൽ എത്തുകയും ക്രിസ്മസ് കേക്ക് സമ്മാനിക്കുകയും ക്രൈസ്തവ ഭവനങ്ങളിലെത്തി ക്രിസ്മസ് സന്ദേശങ്ങൾ കൈമാറുകയും അങ്ങനെ ഒരു പരസ്പര സൗഹൃദത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഒക്കെ പാലം പണിയാനുള്ള ശ്രമങ്ങൾ BJP നടത്തിയ കാലമാണ് നമ്മൾ കണ്ടത്. ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും തന്നെ ഏതാണ്ട് അനുകൂലമായ രീതിയിൽ അതിനോടൊക്കെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയ കാലം, അതൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് സഭയെ കൊണ്ടെത്തിക്കുന്നതാണോ ഈ കാര്യങ്ങളൊക്കെ? ഇത്രയധികം ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാകുമ്പോഴും ഇപ്പോഴും കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ തുടരേണ്ടി വരുന്നതിൻ്റെ സാഹചര്യം ആര് സൃഷ്ടിച്ചതാണ്? എന്താണ്, എങ്ങനെയാണ് സഭ ഇനി മുന്നോട്ട് പോവുക ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും എനിക്ക് വലിയ നന്ദിയും ചാരിതാർത്ഥ്യവുമുണ്ട്. കേരളത്തിലെ MP മാർ ഒറ്റക്കെട്ടായിട്ട് ഈ പ്രശ്നം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുകയും ഈ സിസ്റ്റേഴ്സിനെ അവർ പോയി കാണുകയും ചെയ്തു. ഇവിടെ വന്ന് സംസാരിച്ച സഹോദരനോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. അതൊരു വശത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ BJPയുടെ മെമ്പറായ വ്യക്തി ഇവിടെ പറഞ്ഞത്, മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇങ്ങനെ ചതിയും അക്രമവും ചെയ്തെങ്കിൽ ഞങ്ങൾ അതിൽ കൂടുതൽ ചെയ്യും എന്ന ഒരു മെസ്സേജാണ് അദ്ദേഹം പറഞ്ഞത്. അത് വ്യക്തമാണ്, എനിക്ക് അതിനകത്ത് യാതൊരു സംശയവും എനിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വം വിസമ്മതിച്ചു, വൈകി എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ BJP അനുകൂല നിലപാടെടുത്തു എന്ന് മാത്രമല്ല,
ശക്തമായ ആൻറ്റി മുസ്ലിം വികാരം കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ പരത്തിയത്, അതിനകത്ത് ഉത്തരവാദിത്വപ്പെട്ട മതനേതാക്കൾക്കും പങ്കുണ്ട് എന്നുള്ള കാര്യം കൂടി പറയാൻ എനിക്ക് ദുഃഖമുണ്ട്, പറയാതിരിക്കാനാവില്ല. ലവ് ജിഹാദിനെക്കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചും പ്രസംഗിച്ചത് ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇത് കാസ പോലുള്ള സംഘടനകളെ വളർത്തിയതും ആരാണ് എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കും. ഇവിടെയാണ് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ, സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കാൻ, വർഗീയത ഉണ്ടാക്കാൻ, വെറുപ്പുണ്ടാക്കാൻ കൂട്ടുനിന്നവരുടെ കൂട്ടത്തിൽ കൂടാൻ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഗൗരവമായ പ്രശ്നം. അതിന്നും ഈ സമൂഹത്തിലുണ്ട്. ധാരാളം വൈദികരും ജനങ്ങളും ഈ മുസ്ലിം വിരുദ്ധമായ മനോഭാവങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നും എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് ഈ സമൂഹത്തിൽ വളർത്തിയത് ബോധപൂർവം ചിലർ ഉണ്ടാക്കിയതാണ് എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനകത്തൊരു കാര്യം എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഭൂരിപക്ഷം വൈദികരോ സിസ്റ്റേഴ്സോ ജനങ്ങളോ ഒന്നും ഈ BJPയുടെ നയവുമായി ഒന്നിച്ചു പോകുന്നവരല്ല. പക്ഷേ നേതൃത്വത്തിൽ മെത്രാന്മാരുടെ ഇടയിൽ നേതൃത്വത്തിൽപ്പെട്ട ചിലർ അവിടെ സ്വാർത്ഥതരമായ താല്പര്യങ്ങൾക്കും ചില വ്യക്തിപരമായ പ്രതിസന്ധികൾക്കും വേണ്ടി മാത്രം ചെയ്ത കർമ്മമായിട്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ കാണുന്നത്. നിരന്തരം അവരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫലവായ്ത്തായിട്ടില്ല എന്നുള്ളതിൻ്റെ സംഭവമാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ജനങ്ങൾക്കുണ്ട്, സിസ്റ്റേഴ്സിനുണ്ട്, വൈദികർക്ക് ഭൂരിപക്ഷമുണ്ട്. എന്നാലും അതിനകത്ത് വിഷം ചേർക്കുന്ന കാഴ്ചപ്പാടുകൾ പുലർത്തുന്നവർ ഈ നേതൃത്വത്തിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ദുഃഖകരമായ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ വിചിത്രമായ ഒരു യാഥാർത്ഥ്യം. അത് പറയുമ്പോഴും ഞാൻ പ്രതീക്ഷയില്ലാത്തവനല്ല. തീർച്ചയായും സംഘടിതമായി ഇവിടെ ന്യൂനപക്ഷങ്ങളിൽ നിന്നാൽ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും. അത് നമ്മോട് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് ജർമ്മനിയുടെ ചരിത്രമെന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ തയ്യാറുണ്ട്. ജർമ്മനിയിൽ യഹൂദരായിരുന്നവർ ജർമ്മൻ സ്ത്രീകളെ കല്യാണം കഴിച്ചവരെ ബെർലിൻ പ്രദേശത്തുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് റോസൻ സ്ട്രാസിൻ്റെ തീരത്ത് ഒരു കെട്ടിടത്തിൽ അടച്ചപ്പോൾ ആ പെണ്ണുങ്ങൾ, ആ ഭാര്യമാരാണ് സമരത്തിനിറങ്ങിയത്. അവരുടെ സമരത്തെ അടിച്ചൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവർ ധീരമായി നിലനിന്നു. അവർ വിജയിച്ചു. അവരുടെ ഭർത്താക്കന്മാരെ കിട്ടാതെ അവർ പോവില്ല എന്ന് ശഠിച്ചതിൻ്റെ ഫലമായി നാസികളെപ്പോഴും തോൽപ്പിച്ച സമരം വിജയിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എനിക്കിതിനെ കാണുന്ന ഈ മെത്രാന്മാർ ചിലർ കാണിച്ച ഇതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അന്ന് നാസികളുടെ കാലത്തും എനിക്കറിയാം കൃത്യമായി ഈ നാസികളോട് യോജിച്ച മെത്രാന്മാരും വൈദികരും ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും ചരിത്രമാണ്. ഇവിടെയൊക്കെ ഈ ക്രിസ്തുവിന് ഒറ്റിക്കൊടുക്കുന്നവർ ഉണ്ടാകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘടിതമായി ന്യൂനപക്ഷങ്ങൾ പ്രവർത്തിക്കേണ്ട, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ഹിന്ദു സമൂഹവും ഗൗരവത്തോടെ ഈ പ്രതിസന്ധികളെ കാണേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ പൊതുജന സമൂഹത്തിനും സെക്യുലർ സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു ധാരണയും ഒരു കാഴ്ചപ്പാടും ഒരു വീക്ഷണവുമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ രാജ്യം ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു രാജ്യം ആയിത്തീരില്ല, ജനാധിപത്യം അപകടത്തിൽ പെടില്ല എന്നൊരു പ്രതീക്ഷ ഞാൻ പുലർത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ശ്രീ VP ശ്രീപത്മനാഭൻ, ഈ ക്രൈസ്തവ സഭകളുമായി അടുക്കാനും അവരിൽ വിശ്വാസം ജനിപ്പിക്കാനും അവരെ ഒപ്പം നിർത്താനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയില്ലേ ഛത്തീസ്ഗഡിലെ ഈ സംഭവം? അതിൽ പരിഹാരമുണ്ടാകുമെന്ന് BJPയുടെ കേരള ഘടകം പറഞ്ഞിട്ട് അത് നടക്കാതെ പോകുന്നതും ഛത്തീസ്ഗഡിലെ അനുഭവങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയവർ നൽകുന്ന വിവരണങ്ങളും ഒക്കെ തന്നെ ഈ സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന ആ ആപ്തവാക്യത്തിന് വിരുദ്ധമായി BJP നിലകൊള്ളുന്നു. അത് ഒരു ഇരട്ടത്താപ്പ് BJPയിലൂടെ പുറത്തു വരുന്നു എന്ന് സഭ തന്നെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്. ഇതിനെ എങ്ങനെ പരിഹരിക്കും BJP? BJPക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് നിങ്ങളാരും വിഷമിക്കണ്ട. അത് ഞങ്ങളങ്ങ് നോക്കും. ഞങ്ങൾ തീയിൽ കുരുത്തവരാ. ഇതിലും വലിയ വെല്ലുവിളിയൊക്കെ കണ്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് രാജ്നാഥ് സിംഗിനെ പിടിച്ച് ജയിലിലിട്ടു കോൺഗ്രസ്സുകാർ. അമ്മയ്ക്ക് സുഖമില്ലാണ്ടായപ്പോൾ കാണാൻ പോലും സമ്മതിച്ചില്ല. അമ്മ മരിച്ചപ്പം ശവസംസ്കാരത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ല കോൺഗ്രസ്സുകാർ. അതൊക്കെ കണ്ടു വളർന്നവരാ. അതൊക്കെ അവിടെ കട്ടെ. രാജു പി നായരോട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ 5 പള്ളിയിലച്ചന്മാരെ പിടിച്ച് ജയിലിലിട്ടെന്ന്.
ഉത്തരം എന്താ അറിയോ? പരാതി കൊടുത്താൽ കേസ് ഉണ്ടാവുന്നു. അതന്നെയാ ഇവിടെ സംഭവിച്ച്. പരാതി കൊടുത്തിട്ടാ കേസായത്, ശൂന്യതയെന്ന് കേസ് ഉണ്ടായതല്ല. അന്ന് പരാതി കൊടുത്തത് കോൺഗ്രസ്സുകാരായിരിക്കും, അതുകൊണ്ടല്ലേ കേസെടുത്തത്. ഇന്നിപ്പോൾ പരാതി കൊടുത്തത് ബജ്രംഗ് ദള്, അന്ന് പരാതി കൊടുത്തത് കോൺഗ്രസ്സുകാർ. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പരാതിയല്ലേ സ്വീകരിക്കുള്ളൂ. പിന്നെ റഹീം പോയോ? ചോദിക്കേണ്ടിയിരുന്നു റഹീമിനോട്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ കൈകാര്യം ബജ്രംഗ് ദളാണോ? ബജ്രംഗ് ദളിന്റെ കസ്റ്റഡിയിലാണോ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ്? റഹീം ചോദിച്ചു, എങ്ങനെയാ മനുഷ്യക്കടത്തിന്റെ കേസെടുക്കുക? എങ്ങനെയാ റഹീമെ തൃശ്ശൂര് മനുഷ്യക്കടത്തിന്റെ കേസെടുത്തത്? എങ്ങനെയാ? കേരള പോലീസിന് ഫുള്ള് ബജ്രംഗ് ദള. നാണമുണ്ടോ റഹീമെ? നാണമുണ്ടോ? തന്റെ ഇടമുണ്ടോ? നട്ടലുണ്ടോ? പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് തൃശ്ശൂര് കാണിച്ചത് തെമ്മാടിത്തമാണെന്ന് പറയാൻ നട്ടലുണ്ടോ റഹീമെ? നട്ടലുണ്ടോ? പറ. 3 കന്യാസ്ത്രീകൾ 3 കൊല്ലായി കോടതി കയറി ഇറങ്ങുന്നു. മനുഷ്യക്കടത്ത് ഇതേ വകുപ്പ്. അന്ന് IPC ആയിരുന്നു, ഇന്ന് BNS ആണ്. ഇതേ വ്യത്യാസമുള്ളൂ. നിയമം മാറി. അന്ന് IPC 370 370A, ഇന്ന് BNS 143. റഹീമിന് തൻ്റെ ഉണ്ടോ ചോദിക്കാൻ പിണറായി വിജയനോട്, നിങ്ങൾ എന്ത് തോന്നിയാസാ കാണിച്ചതെന്ന്? അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിലും പോലീസിലൊക്കെ ബജ്രംഗ് ദളാണെന്ന് ആണോ? തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്, പക്ഷെ തൃശ്ശൂർ പോലീസൊക്കെ ബജ്രംഗ് ദളായിരുന്നു ഞാനറിയില്ല കേട്ടോ, ഞാനറിയില്ല. വെറുതെ ഇരട്ടത്താപ്പ് എന്ന വാക്ക് ഇവിടെ പലരും ഉപയോഗിച്ചു. ഇരട്ടത്താപ്പ് കോൺഗ്രസിനാ. ഇന്ത്യയിൽ 12 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമമുണ്ട്. 11 പാസ്സാക്കിയത് കോൺഗ്രസ്സാ. കർണാടകയിൽ മാത്രമേ ഞങ്ങൾ പാസ്സാക്കിയിട്ടുള്ളൂ, ബാക്കി 11 കോൺഗ്രസ് പാസ്സാക്കിയതാ. ആ നിയമപ്രകാരമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ പലപ്പോഴായി കന്യാസ്ത്രീകളും പള്ളിയിലച്ചന്മാരും ജയിലിൽ പോയത്. അതിനൊന്നും BJPന്റെ മക്കട്ട് കയറണ്ട, അതൊന്നും ബജ്രംഗ് ദൾ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ഈ രാജ്യത്ത് ഇരട്ടത്താപ്പിന്റെ പര്യായമാണ് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റും. റഹീം ഉണ്ടൂല തൃശ്ശൂർ സംഭവത്തെ പറ്റി. ഛത്തീസ്ഗഡിൽ BJP സർക്കാർ കേസെടുത്ത മതേതര വർഗീയ കേസ് ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്താൽ, അല്ലെങ്കിൽ കോൺഗ്രസ് ഛത്തീസ്ഗഡ് ഭരിക്കുമ്പോൾ എടുത്താൽ മതേതര കേസ്. ശരി അതിലെ ഒരു കാര്യം ശ്രീ പത്മനാഭൻ, താങ്കൾ ഈ പറഞ്ഞ സമയത്ത് ശ്രീ A. റഹീം ഈ ചർച്ചയുടെ ഭാഗമായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറയാം. ഞാൻ ശ്രീ രാജു പി നായർ, സമയം കുറവാണ്, പെട്ടെന്ന് താങ്കളുടെ പ്രതികരണം. അല്ല, എനിക്ക് ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടിയില്ല. അദ്ദേഹം പറയേണ്ട ആദ്യത്തെ ഇരട്ടത്താപ്പ്, ഈ കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ അവിടെ വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ ഇതിനകത്ത് സമ്മതമില്ലാതെ ആൾക്കാരെ കൊണ്ടുപോയിരുന്നു എന്നുള്ള ആരോപണം അങ്ങ് ഇവിടെ ഉന്നയിച്ചത് അങ്ങയുടെ പാർട്ടിയുടെ നിലപാടുമായിട്ട് പൊരുത്തപ്പെടുന്നതാണ്. നിങ്ങളുടെ പാർട്ടി പറഞ്ഞിരിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്, ഇവർ നിരപരാധികളാണെന്നും തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും. അങ്ങനെ നിലപാടെടുക്കുന്നവർ എന്തിനാണ് ഈ കുറ്റം, ബജ്രംഗ് ദൾ പറയുന്ന കുറ്റം ഇവിടെ അതാണ് ഏറ്റവും വലിയ ഇരട്ടത്താപ്പ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥയെക്കുറിച്ച്, രാജ്നാഥ് സിംഗിനെയൊക്കെ കുറിച്ച് ഓർക്കുന്നുണ്ട്. എന്തിന് നിങ്ങൾ CP റഹീം ഇവിടുത്തെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാടി എന്ന് പറഞ്ഞാൽ ഞാൻ വേണേ അംഗീകരിച്ചു കൊടുക്കാം. നിങ്ങൾ 3 പ്രാവശ്യം ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി അടിയന്തരാവസ്ഥയ്ക്ക് മുഴുവൻ പിന്തുണയും, ഈ പ്രധാനമന്ത്രി പറയുന്ന എല്ലാം കേട്ടുകൊള്ളാം, ഞങ്ങളുടെ നിരോധനം ഒന്ന് നീക്കണമെന്ന് മാപ്പിന്റെ കഥ എഴുതിയവർ ഇവിടെ വന്നിട്ട് എന്ത് വിവരക്കേടാണ് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നത്? അങ്ങയുടെ പ്രസ്ഥാനത്തിന്റെ അടിയന്തരാവസ്ഥയിലെ നിലപാട് എന്താണെന്ന് അറിയില്ലേ? ഈ RSSന്റെ സർസംഘചാലക്ക് പ്രധാനമന്ത്രി ഇന്ദിരയുടെ നേതൃത്വം പരിപൂർണമായി അംഗീകരിക്കുന്നു എന്നുള്ളതും, അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയ വിധി സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കുന്നു പറഞ്ഞ അങ്ങയുടെ നേതാവല്ലേ? എന്നിട്ട് ഏത് അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തെ കുറിച്ച് എവിടെ പറയുന്നത്? കള്ളത്തരം ഇങ്ങനെ വന്നിരുന്നു പറയരുത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത, ഭയക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുന്നു. ആ അന്തരീക്ഷത്തിൽ അവരെപ്പോഴും എപ്പോ വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്നുള്ളതും, ആ ആക്രമണം നടക്കുന്നത് ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് 834 കേസുകളിലേക്ക് കഴിഞ്ഞ വർഷം എത്തിയിരിക്കുന്ന ഏകപക്ഷീയമായ ക്രിസ്തീയ സമുദായത്തിനെതിരെയുള്ള ആക്രമണം. ആ ആക്രമണത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് മറുപടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ BJPയുടെ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ബജ്രംഗ് ദൾ നിയമം നടപ്പാക്കുന്നത്? ബജ്രംഗ് ദളിന് ആരാണ് കയറൂരി വിടുന്നത്? എന്തിനാണ് പള്ളികൾ ആക്രമിക്കപ്പെടുന്നത്? എവിടെ സുരേഷ് ഗോപി? തൃശ്ശൂർ അതിരൂപത ഇന്ന് പ്രതിഷേധം നടത്തണല്ലോ. സുരേഷ് ഗോപി ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ അതിനെ സംബന്ധിച്ച്? ശരി, ഞാൻ A. റഹീമിലേക്ക് കൂടി പോകുന്നേ. ശ്രീ A. റഹീം, ഈ മനുഷ്യക്കടത്ത് ആരോപിച്ച് തൃശ്ശൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിനെ കുറിച്ചാണ് ഇന്നിപ്പോൾ ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചത്. അതായത് 2 കന്യാസ്ത്രീകൾ അടങ്ങിയ കേസ് അവരെ കുറ്റവിമുക്തരാക്കി എന്നതാണ്. അത് ഇതേപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ധൻബാദ് നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു എന്നതായിരുന്നു ആ കേസ്. ആ കേസിൽ ഇപ്പോൾ കുറ്റവിമുക്തരാക്കപ്പെട്ടിട്ടുണ്ട്. അത് പിണറായി സർക്കാർ എടുത്തതല്ലേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം.
ശ്രീ എ റഹീം, താങ്കൾ ഈ ചർച്ചയിൽ ഭാഗമാകുന്നതിന് മുൻപ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. അല്ല, ഒരു കാര്യം, ഞാൻ ആ കേസിന്റെ മെറിറ്റ് എനിക്കറിയില്ല. ഞാൻ ആ കേസിനെ പറ്റി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. ഞാനിപ്പോൾ വാർത്ത വായിക്കുമ്പോൾ 2021 നടന്ന സംഭവമായിട്ടാണ് കാണുന്നത്. 2021 എന്ന് വെച്ചാൽ റീസെന്റ് പാസ്റ്റിലാണ്. നമ്മുടെ ഒന്നും അനുഭവത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും തിരുവസ്ത്രം ധരിച്ചവരെ പിടിച്ച് ജയിലിലിട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. നമ്പർ 1. അതെന്താണെന്ന് ഞാൻ മെറിറ്റ് വെക്കിട്ട് വിശദീകരിക്കാം. ഞാൻ അടിയന്തരാവസ്ഥയുടെ വീരവാദം ഇവിടെ നിന്ന് മുഴക്കി. മേലിൽ അത് പറഞ്ഞേക്കരുത്. ഈ പുസ്തകം എടുത്ത് വായിക്കണം. ഈ പുസ്തകം ഇപ്പോൾ കയ്യിലൂടെ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് എടുത്ത ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന നീരജ് ചൗധരിയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 65. അതാണ് നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞ കഥ. ആ 65 അതുമുതൽ അങ്ങോട്ട് 65, 66, 67 അതിൽ പറയുന്നുണ്ട് RS 1975 ഓഗസ്റ്റ് മാസം 22-ന് ബാലാസാഹേബ് ദേവറോസ് എഴുതി, ഇന്ദിരാഗാന്ധിക്ക് എഴുതി. തീരുന്നില്ല, രണ്ടാമത് വീണ്ടും 66, 67 പേജ്. അവിടെ നോക്കിയാൽ ഇന്ദിരാഗാന്ധി ഇയാളുടെ കാര്യത്തിൽ വീണ്ടും വിനോബ ഭാവയെ കാണാൻ വേണ്ടി ഇന്ദിരാഗാന്ധി പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് വിനോബ ഭാവ വഴി ശുപാർശ നടത്തുകയാണ്. അതിലെ വരികൾ വളരെ പ്രസക്തമാണ്. ആ വരി ഇങ്ങനെയാണ്. അതിൽ പറയുന്നത് ഞങ്ങൾ യാചിക്കുകയാണ്, ചെറുതല്ല, യാചിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും കുറ്റവിമുക്തനാക്കി ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ RSSന്റെ ജയിലിൽ നിന്ന് ഞങ്ങളെ തുറന്നു വിട്ട് RSSനെ ഞങ്ങൾ തിരിച്ചു സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കീഴിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചു കൊള്ളാം, രാജ്യ പുരോഗതിക്ക് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിൽ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് എഴുതി കൊടുത്ത ആൾക്കാർ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വന്ന് മേലിൽ വീരവാദം പറഞ്ഞേക്കരുത്. ഇനി 2 വേറൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞാൻ ശ്രീ ഫാദർ സിറോ മലബാർ സഭയുടെ പ്രതിനിധി ശ്രീ ഫാദർ പോൾ തേലക്കാടിന്റെ പ്രതികരണത്തിന് അക്ഷരാർത്ഥത്തിൽ എനിക്ക് കയ്യടിക്കണം എന്നുണ്ടായിരുന്നു. ഇതാണ് നിലപാടായി വരേണ്ടത്. യഥാർത്ഥത്തിൽ ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ആന്റി മുസ്ലിം വികാരം ആളിക്കത്തിക്കാൻ, ഇസ്ലാമോഫോബിയ ആളിക്കത്തിക്കുന്നതിന് വേണ്ടി ക്രൈസ്തവ സമൂഹത്തെ കൂട്ടുപിടിക്കാൻ നടത്തിയ നിരന്തരമായ സംഘപരിവാറിന്റെ ശ്രമങ്ങളെ നേരത്തെ തിരിച്ചറിയേണ്ടതായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, എന്താണ് സംഘപരിവാർ? അതൊരാൾക്കൂട്ടമല്ല. അത് ക്രൈസ്തവ വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമാണ്, ദളിത് വിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നത്? അവിടെ മുസ്ലിങ്ങൾ തീരെ കുറവായത് കൊണ്ട് കൂടിയാണ്. ഇനി കഴിഞ്ഞ മുഹറത്തിന് അവിടെ ഒരു കലാപം നടന്നു, 3-4 മുസ്ലിങ്ങളെ വെടിവെച്ചും കൊന്നു. എന്നിട്ടോ ആ കലാപങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തയാളെ അവിടെ പിടിച്ചിപ്പോൾ മന്ത്രിയുമാക്കിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതായാലും റഹീം, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഈ തിരുവസ്ത്രം അണിഞ്ഞ സന്യാസിനിമാർ, അവർ നേരിട്ട അപമാനം, അവർക്കുണ്ടായ ദുഃഖവും വേദനയും, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന്റെ അനുഭവം താങ്കൾ ഇന്ന് ഈ ചർച്ചയിൽ വിശദീകരിച്ചത് നന്നായി. അതേസമയം തന്നെ സഭ ഈ വിഷയത്തിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒറ്റക്കെട്ടായിട്ടുള്ള പ്രതിഷേധം എങ്ങനെയാണ് ഫലം കാണാൻ പോകുന്നത്? BJPയുടെ ക്രൈസ്തവ സ്നേഹം എന്ന BJPയുടെ കേരളത്തിലെ നിലപാട് ഇപ്പോൾ ഈ സംഭവത്തോടുകൂടി വലിയ തിരിച്ചടിക്ക് കാരണമാകുമോ? ഇതിനൊക്കെയുള്ള ഒരു ഉത്തരമായിരിക്കും ഛത്തീസ്ഗഡിലെ സംഭവം എന്ന് നമുക്ക് സംശയലേശമന്യേ പറയാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു.